ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ തമ്മിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഒരു സക്സസ് സ്റ്റോറി ആണെന്ന്. നമ്മുടെ ചാനലിൽ ഇൻഫർമേഷൻസ് ഒക്കെ ഒരു കുട്ടി അതിൻ്റെ ചേച്ചിക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചി കൃത്യമായിട്ട് ടിപ്സൊക്കെ ഫോളോ ചെയ്തു. അതിൽ ആ ചേച്ചി ചെയ്ത ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ചെയ്ത എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് എഴുതി തന്നിരിക്കുവാണ് മറ്റുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത്രയും എഫേർട്ട് എടുത്തിട്ടൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ നമ്മളത് വീഡിയോ ആക്കി ചെയ്യണമല്ലോ. കാരണം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരുപാട് ബെനഫിഷ്യൽ ആയിരിക്കും അവർ ചെയ്തിട്ടുള്ള എല്ലാ ടിപ്സും തന്നെ. കാരണം 1 by 1 ആയിട്ട് ഏറ്റവും കൂടുതൽ നല്ല ടിപ്സ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടിപ്സ് എന്തൊക്കെയാണെന്ന് തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം. കുറച്ചധികം ടിപ്സ് ഉണ്ടായിരുന്നു, ഒരു 10 ടിപ്സോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒപ്പം തന്നെ ഈ ചേച്ചിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെ സംഭവിക്കുന്നതിനും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഏറ്റവും ആദ്യം ഫോളോ ചെയ്തതായിട്ട് പറഞ്ഞത് വെറും വയറ്റിൽ ഗ്രാമ്പൂ വെള്ളം കുടിക്കുന്ന ടിപ്പാണ്. ഗ്രാമ്പൂ വെള്ളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓവുലേഷൻ നന്നായിട്ട് നടക്കുന്നതിനും സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ FSH ഹോർമോണിൻ്റെയും ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെയും ല്യൂട്ടനൈസിങ് ഹോർമോണിൻ്റെയും പ്രവർത്തനം നന്നായിട്ട് നടന്ന് ഏറ്റവും നന്നായി ഓവറി സ്റ്റിമുലേറ്റഡ് ആയിട്ട് ഏറ്റവും ക്വാളിറ്റിയിൽ തന്നെ എഗ്ഗ് പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട് ഗ്രാമ്പൂ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ഈ ഒരു സ്പൈസസ് 3-4 എടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം അത് 1 ഗ്ലാസ് വെള്ളത്തിലോ 1/2 ഗ്ലാസ് വെള്ളത്തിലോ കുതിർത്താനായിട്ട് വെക്കുക. പിറ്റേ ദിവസം ആ കുതിർന്ന് വന്നിട്ടുള്ള വെള്ളം നിങ്ങൾ തിളപ്പിക്കുക. 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ അത് 1 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ട് ഓവുലേഷൻ ഡേറ്റ് വരെ എംപ്റ്റി സ്റ്റൊമക്കിലാണ് ഗ്രാമ്പൂ വാട്ടർ എടുക്കേണ്ടത്. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഗ്രാമ്പൂ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അവരുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഗ്രാമ്പൂ ഉപയോഗിക്കുന്നത് സഹായിക്കും കേട്ടോ. പീരിയഡ്സിൻ്റെ ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം മുതൽ ഓവുലേഷൻ ഡേറ്റ് വരെ മാത്രമാണ് ഗ്രാമ്പൂ വെള്ളം ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം ഗ്രാമ്പൂ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പുരുഷന്മാർക്ക് നമ്മുടെ പീരിയഡ്സിൻ്റെ ഡേ 1 മുതൽ നമ്മുടെ ഓവുലേഷൻ ഡേറ്റ് വരെ എംപ്റ്റി സ്റ്റൊമക്ക് തന്നെ ഗ്രാമ്പൂ വെള്ളം കൊടുക്കുക. ഇത് നിങ്ങൾ 1 ഗ്ലാസ് ആണ് വേണ്ടതെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ 1/2 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ എടുക്കുക. അല്ലെങ്കിൽ 1/2 ഗ്ലാസ് കുടിച്ചാൽ മതിയെങ്കിൽ അത് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് 1/2 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമതായിട്ട് ഫോളോ ചെയ്ത് രണ്ടാമത്തെ ടിപ്പ് എല്ലാ ദിവസവും ഉണക്കമുന്തിരി ഉപയോഗിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഉണക്കമുന്തിരി നമ്മുടെ ശരീരത്തിൽ അയണിൻ്റെ കണ്ടന്റ് വർദ്ധിപ്പിക്കുന്നതിനും റെഡ് ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് ഉണ്ടാകുന്നതിനും സെക്സ് ഡ്രൈവ് ഇൻക്രീസ് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. പലരും ഒരുപാട് വർഷങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ഫിസിക്കൽ കോണ്ടാക്ട് ഇങ്ങനെ ടൈമൊക്കെ നോക്കി ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ ആ ഒരു ലിബിഡോ ഒക്കെ റിഡ്യൂസ് ആകാനായിട്ട് ഏജ് അങ്ങോട്ട് പോകുന്തോറും സെക്സ് ഡ്രൈവിൽ വ്യത്യാസം ഉണ്ടാകാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പെർഫോമൻസ് ഒക്കെ കുറവാണെന്ന് തോന്നുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഉണക്കമുന്തിരി എന്ന് പറയുന്നത് കേട്ടോ. ഒപ്പം നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടാകുന്നതിനും ഉണക്കമുന്തിരി ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ദിജോസ് വേൾഡ് ബ്ലാക്ക് റൈസിൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് നമ്മൾ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും ഉണക്കമുന്തിരി എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. മേടിച്ചിട്ട് വന്നത് കേട്ടോ. വാഷ് ചെയ്തിട്ട് അത് കുതിർത്താനായിട്ട് വെക്കുക. ഇത് 1 ഗ്ലാസ് വെള്ളത്തിലൊന്നും കുതിർത്താൻ വെക്കേണ്ട. ഉണക്കമുന്തിരി കുതിരുന്ന അത്രയും വെള്ളം എത്രയാണ്, അത് മുഴുവനായിട്ട് മുങ്ങുന്ന വെള്ളം എത്രയാണ് അത്രയും മാത്രം ഇട്ടാൽ മതി. അത് ജസ്റ്റ് ഉണക്കമുന്തിരി ഗ്ലാസ്സിലോട്ട് ഇടുക. ഒരിച്ചിരി കൂടി വെള്ളം പൊക്കി ഒഴിച്ചിട്ട് അത് വെക്കുക കേട്ടോ, മൂടി വെക്കുക. പിറ്റേ ദിവസം നല്ലപോലെ കുതിർന്നു വരും. അത് നമ്മൾ എടുക്കാനായിട്ട് നോക്കുക. ഗ്രാമ്പൂ വെള്ളം കുടിച്ചിട്ട് വേണമെങ്കിൽ തൊട്ട് ഒരു 1/2 മണിക്കൂറിന് ശേഷം ഇതെടുക്കാം. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് 1 മണിക്കൂറിന് ശേഷമാണെങ്കിലും ഈ ഗ്രാമ്പൂ വെള്ളം കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് മുന്തിരി നിങ്ങൾക്ക് കഴിക്കാം, ആ വെള്ളവും കൂടി കുടിക്കുക. ഹസ്ബൻഡിനും കൊടുക്കുക. സെക്ഷൽ പെർഫോമൻസ് ഒക്കെ നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ പ്രത്യുൽപാദന അവയവങ്ങളിലോട്ടൊക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നതിനും ബ്ലഡ് സെൽസിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ നന്നായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഫോളോ ചെയ്തത് പീരിയഡ്സിൻ്റെ ആദ്യത്തെ 5 ദിവസം നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാകുന്ന ഡേ മുതൽ മാത്രം ആ ഡേ മുതൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് എടുക്കുക. അതിനുശേഷം ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം വരെ ഇഞ്ചി ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കാവുന്നതാണ്. ഇഞ്ചി വേണമെങ്കിൽ കുടിക്കാം, പച്ചപ്പപ്പായ കഴിക്കും, അല്ലെങ്കിൽ പൈനാപ്പിൾ കഴിക്കും. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് അടുത്തുള്ളത് അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ യൂട്രസ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ ഇഞ്ചി ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് സഹായിക്കും.
സഹായിക്കുന്നു. നമുക്ക് ബ്ലീഡിങ് ഫുള്ളായിട്ട് പോയി തീരുന്നതിനും പീരിയഡ്സിൻ്റെ സമയത്തുണ്ടാകുന്ന അസഹനീയമായിട്ടുള്ള വേദനയൊക്കെ കുറയ്ക്കുന്നതിനും ഇഞ്ചിയിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പ്രഗ്നൻ്റ് അല്ലാത്തവർ ഡിയാൻസി ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. ഇത് പ്രഗ്നൻസി ആയിട്ടല്ല, യൂട്രസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിയാൻസി പ്രൊസീജിയർ ചെയ്യുന്നത്. ഇതേ ഗുണം തന്നെയാണ് ഇഞ്ചിയിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. പീരിയഡ്സിൻ്റെ നന്നായിട്ട് ഫ്ലോ ഉള്ള ദിവസം മുതൽ മാത്രം നിങ്ങൾ ഈ ടിപ്പ് ഫോളോ ചെയ്താൽ മതി. ഇത് എംപ്റ്റി സ്റ്റൊമക്കാനെ എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എപ്പോഴാണോ നിങ്ങൾക്ക് പറ്റുന്ന സമയം ആ സമയത്ത് എടുക്കുക. ഇപ്പോൾ നിങ്ങൾ പീരിയഡ്സിൻ്റെ 3ാമത്തെ ദിവസം നോക്കുമ്പോൾ നന്നായിട്ട് ഫ്ലോ പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ മുതൽ ഈ ഇഞ്ചി വെള്ളം കുടിച്ചു തുടങ്ങാവുന്നതാണ് കേട്ടോ. എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരു കാരണവശാലും എടുക്കണ്ട. പീരിയഡ്സിൻ്റെ ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം വരെ മാത്രം ഇഞ്ചിയിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിച്ചാൽ മതി. ഇതാണ് 3ാമതായിട്ട് ഫോളോ ചെയ്ത ടിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. 4ാമതായിട്ട് ഫോളോ ചെയ്തതാണ് ബദാം. ഒരു 5-8 ബദാം എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കുതിർത്തി തൊലി കളഞ്ഞിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഈ ബദാം നമ്മൾ ഉപയോഗിക്കുന്നത് അത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ ബദാം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ സീഡ്സ് ഇതുപോലെ നട്ട്സ് കാറ്റഗറിക്ക് എന്ന് പറയുന്നത് അടുത്തൊരു ജനറേഷനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതായത് അടുത്തൊരു ജനറേഷനെ ഉണ്ടാക്കാൻ പാകത്തിനുള്ള എല്ലാ ന്യൂട്രിയൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം മൊത്തം ശരീരത്തിലോട്ട് എത്തുന്നതിനും എഗ്ഗിനും അതുപോലെ എൻഡോമെട്രിയം നന്നായിട്ട് വളരുന്നതിനും ഒക്കെ നന്നായിട്ട് സഹായിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് വളരുന്നതിനും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്കിപ്പോൾ തൊലി കളഞ്ഞിട്ടുള്ള ബദാം മാത്രമല്ല, കൂടുതൽ നട്ട്സ്, ബ്രേസിൽ നട്ടോ, വാൾനട്ടോ അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ചേർക്കാവുന്നതാണ്. പിസ്തയൊക്കെ ചേർക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ 5-8 ബദാമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. 3-4 ബദാം എടുക്കുക, കുറച്ച് പിസ്ത എടുക്കുക, കുറച്ച് കാഷ്യൂനട്ട് എടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റ് നിറച്ചും ഈ നട്ട്സും സീഡ്സും ഒക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ രാവിലെ തന്നെ എടുക്കണമെന്നില്ല. ഈവനിങ് സമയത്ത് ഒരു സ്നാക്സ് ആയിട്ടാണെങ്കിലും ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വയറ് ഏകദേശം ഒന്ന് ഹെവി ആയിക്കോളൂ. അടുത്തതായിട്ട് ഫോളോ ചെയ്ത ടിപ്പ് എന്ന് പറയുന്നത് പീരിയഡ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഡിഫറെൻറ്റ് പൊസിഷനിൽ കോൺടാക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു പൊസിഷനിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. നമുക്ക് കാര്യം ഒരു ഡിസ്കംഫർട്ടായി മാറും ഈ പ്രൊസീജിയർ. ഇത് നമുക്ക് അങ്ങനെ അറിയാലോ, അങ്ങനെയുള്ള ഒരു രീതിക്ക് നമ്മൾ പോയി പോകും. നമുക്കൊരു ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു ഓർഗാസം എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് കഴിവതും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷൻസിൽ ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. ഏറ്റവും കൂടുതൽ മിഷണറി പോസ്, ഡോഗി സ്റ്റൈലൊക്കെ നല്ലതാണ്. പിന്നെ ഗ്രാവിറ്റി ഫോഴ്സ് കീഴ്പോട്ടേക്ക് പോകുന്ന തരത്തിൽ, അതായത് വുമൺ ഓൺ ടോപ്പ് ആയിട്ടുള്ള പൊസിഷൻ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള പൊസിഷനിലൊക്കെ ഗ്രാവിറ്റി ഫോഴ്സ് കീഴ്പോട്ടേക്കാണ്. അപ്പോൾ ഇജാക്കുലേഷൻ സംഭവിക്കുന്നതിന് തൊട്ട് മുൻപെങ്കിലും ആ ഒരു പൊസിഷനിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഗ്രാവിറ്റി കൂടുതൽ കീഴ്പോട്ടേക്ക് പോകുന്ന തരത്തിലുള്ള പൊസിഷൻ ഓപ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, കോൺടാക്ട് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ കിടക്കുക, അല്ലെങ്കിൽ നേരെ കിടക്കുകയോ ലെഗ് അപ്പ് ദ വാൾ പൊസിഷനിൽ നിൽക്കുകയോ കിടക്കുകയോ ചെയ്യുക. അതല്ലാതെ നിങ്ങൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഫ്രഷ് ആവാനായിട്ട് പോകണ്ട. ഒരു 15 മിനിറ്റ്സിന് ശേഷം നിങ്ങൾ ഫ്രഷ് ആവാനായിട്ട് പോകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജ് കാണുന്നുണ്ടെങ്കിൽ അതിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ളതായിരിക്കും ആ പോകുന്നത്. അതായത് നമുക്ക് ക്വാളിറ്റി ഒട്ടും ഇല്ലാത്തതായിരിക്കും ആ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങോട്ട് പോയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് ഫോളോ ചെയ്ത 6ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഏതെങ്കിലും ഫ്രൂട്ട് ലൈക്ക് വാട്ടർമെലൺ, പേരയ്ക്ക, മാതളം, റെഡ് ബനാന, കിവി, അവക്കാഡോ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഫ്രൂട്ട്സിനെ പറ്റിയിട്ടും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ദി ചൂസ് വേൾഡ് വാട്ടർമെലൺ, ദി ചൂസ് വേൾഡ് ഗുവാവ, ദി ചൂസ് വേൾഡ് പൊമിഗ്രാനൈറ്റ്, ദി ചൂസ് വേൾഡ് റെഡ് ബനാന, ദി ചൂസ് വേൾഡ് കിവി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഈ എല്ലാ ഫ്രൂട്ട്സും തന്നെ ഏറ്റവും കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ എല്ലാം റൂട്ടിലോട്ട് ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ സെല്ലിനെ റിപ്പയർ ചെയ്യുന്നതിനും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ റിഡ്യൂസ് ചെയ്യുന്നതിനും ബോഡി ഒന്ന് റീബിൽഡ് ചെയ്തെടുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന എല്ലാം തന്നെ ഇത് ഈ എല്ലാത്തിലും അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത്, എല്ലാവർക്കും കിവിയും അവോക്കാഡോ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള ഒരു പേരൊക്കെയാണെങ്കിലും മാതള നാരങ്ങയാണെങ്കിലും റെഡ് ബനാന ആണെങ്കിലും ഒക്കെ എടുത്താൽ മതി കേട്ടോ. എല്ലാ ദിവസവും ഇതിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് വീതം എടുത്തിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമുണ്ടാവും കേട്ടോ. അടുത്തതായിട്ട് ഫോളോ ചെയ്ത ടിപ്പ് എന്ന് പറയുന്നത് വയറ് മസാജ് ആണ് കേട്ടോ. വയറ് മസാജ് നിങ്ങൾക്ക് ആവണക്കണ്ണ് ഉപയോഗിച്ചിട്ടോ ജിഞ്ചർ ഓയിൽ ഉപയോഗിച്ചിട്ടോ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എണ്ണ നമ്മൾ ഇറ്റ് മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഹോട്ട് ബാഗ് ഉപയോഗിച്ചിട്ട് വയറിലൊന്ന് ചൂട് പിടിക്കാനായിട്ട് നോക്കുക. ഇത് നന്നായിട്ട് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. നിങ്ങളിപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് ഓവുലേഷൻ സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓവുലേഷന് തൊട്ട് മുൻപുള്ള ദിവസമൊക്കെ ആണെങ്കിൽ എൻഡോമെട്രിയം നന്നായിട്ട് തിക്കണാകുന്നതിനും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ തന്നെ ഓവുലേഷൻ നടക്കുന്നതിനും അതുപോലെ യൂട്രസ്
ലിവേഴ്സ് നന്നായിട്ട് പ്രവർത്തിച്ച് പെട്ടെന്ന് ഇംപ്ലാന്റേഷൻ നടക്കാനും ട്യൂബിൽ ബ്ലോക്കേജ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നത് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ബീജസങ്കലനം നടക്കുന്നതിനും ട്യൂബിലോട്ട് നല്ല ഫോഴ്സിൽ തന്നെ രക്തയോട്ടം ഉണ്ടാകുന്നതിനും അതുപോലെ ബ്ലോക്കേജ് ഒക്കെ അവിടെ ഉണ്ടാകാതിരിക്കാനും ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ദിജോസ് വേൾഡ് കാസ്റ്റർ ഓയിൽ മസാജ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് സാധിക്കും. ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ നിയർ ബൈ ഷോപ്പിൽ നിന്നോ വളരെ റേറ്റ് കുറച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ആവണക്കെണ്ണയും അതുപോലെ ജിഞ്ചർ ഓയിലും ഒക്കെ മേടിക്കാനായിട്ട് പറ്റും. ഞാൻ പറ്റുമെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ട് കൊടുത്തേക്കാം, അത് നിങ്ങൾ ഉപയോഗിക്കുക. അതിനുശേഷം ഹോട്ട് ബാഗ് ഉപയോഗിച്ചിട്ട് വയറ് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത്രയ്ക്കും യൂസ്ഫുൾ ആണ്, നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതല്ലേ, ഒട്ടും പണച്ചെലവില്ല. ആവണക്കെണ്ണയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരു 100, 150, 200 രൂപ താഴെ എന്തായാലും ഉണ്ടാവുള്ളൂ. മേടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാളുകൾ നിൽക്കുകയും ചെയ്യും. ഓവുലേഷൻ ഡേറ്റ് വരെ മാത്രം നിങ്ങൾ ടിപ്പ് ഫോളോ ചെയ്താൽ മതി. ആഫ്റ്റർ ഓവുലേഷൻ ടിപ്സ് ഒന്നും ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. നന്നായിട്ട് നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളൊക്കെ വർക്ക് ചെയ്യും. കാരണം അടിവയറിന്റെ ഭാഗത്താണല്ലോ എല്ലാ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിക്ക് സാധിക്കും കേട്ടോ. അടുത്തതായിട്ട് ഫോളോ ചെയ്തത് എല്ലാ ദിവസവും 1 മണിക്കൂർ എക്സസൈസ് ആണ്. നമ്മളെല്ലാവരും സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്, ഞാൻ ഉൾപ്പെടെ. പലരൊക്കെ ജിമ്മിൽ പോയിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്, അങ്ങനെയുള്ളവരെ ഞാൻ പെടുത്തുന്നില്ല. അതല്ലാത്തവരൊക്കെ സാധാ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിരിക്കുന്ന എല്ലാവരും തന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. ഈ ലൈഫ് സ്റ്റൈലിൽ കൂടി കൂടുതലായിട്ട് നമ്മൾ മുൻപോട്ടേക്ക് പോവുകയാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. എക്സസ് ആയിട്ട് ഫാറ്റ് ഇഷ്യൂസ് അടിഞ്ഞു കൂടുന്നു, ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നു. അതങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ ഇത് സാരമായിട്ട് തന്നെ ബാധിക്കും. അതുകൊണ്ട് മാക്സിമം 1 മണിക്കൂർ, രാവിലെ ഒരു 30 മിനിറ്റ്, വൈകുന്നേരം ഒരു 30 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യാനായിട്ട് നോക്കുക. ഫെർട്ടിലിറ്റി എക്സസൈസ് ദിജോസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ യൂട്യൂബിൽ പോയിട്ട് ഫെർട്ടിലിറ്റി എക്സസൈസ് ദിജോസ് വേൾഡ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ എല്ലാ പ്രത്യുൽപാദന അവയവത്തിനെ നിങ്ങൾക്ക് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും രക്തയോട്ടം നന്നായിട്ട് വർദ്ധിപ്പിച്ചിട്ട് പെട്ടെന്ന് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും കേട്ടോ. അതുപോലെ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പല ടിപ്സും ഉണ്ടല്ലോ, ഗ്രാമ്പു വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഇതിന്റെ ഗുണം ശരീരത്തിലോട്ട് കിട്ടണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ നല്ല പ്രോംപ്റ്റ് ആയിട്ട് തന്നെ നടക്കണം. ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടിപ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. സ്കിപ്പ് ചെയ്ത് കളയരുത് കേട്ടോ ഈ ഒരു ടിപ്പ്. അടുത്തതായിട്ട് ഫോളോ ചെയ്തതായിട്ട് പറഞ്ഞത് എള്ള് എല്ലാ ദിവസവും 1 ടീസ്പൂൺ വീതം ഉപയോഗിച്ചു എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് എല്ലാ ഹോർമോൺസിന്റെ പ്രവർത്തനവും ഓവുലേഷൻ ഫേസിൽ നമുക്ക് വേണ്ടുന്ന ഈസ്ട്രോജൻ ഹോർമോണിന്റെ പ്രവർത്തനവും ആഫ്റ്റർ ഓവുലേഷൻ വേണ്ട പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ പ്രവർത്തനവും നോർമലായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ എള്ള് പീരിയഡ്സിന്റെ ഡേ 1 മുതൽ എടുക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. കൃത്യമായിട്ട് എടുക്കുക. റോസ്റ്റഡ് ആയിട്ടുള്ള എള്ള് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. 1 ടീസ്പൂൺ എടുത്താൽ മതി, അതിൽ കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഹോർമോൺസിന്റെ പ്രവർത്തനവും ബ്ലഡ് സർക്കുലേഷനും അതുപോലെ തന്നെ നമുക്ക് എല്ലാ ആയിട്ട് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു എള്ള് ഉപയോഗിക്കുന്നത് സഹായിക്കും കേട്ടോ. കറുത്ത എള്ളാണ് കൂടുതലും എല്ലാവരും ഉപയോഗിച്ച് കാണുന്നത്. സാധാരണ സീഡ് സൈക്കിളിങ്ങിൽ നമ്മൾ ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, പിന്നെ അടുത്ത ഫേസിൽ സൺഫ്ലവർ സീഡ്, സെസമി സീഡ്, ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കാറ്. അങ്ങനെ ഉപയോഗിക്കണമെന്നൊരു നിർബന്ധമില്ല. പീരിയഡ്സിന്റെ ഡേ 1 മുതൽ തന്നെ നിങ്ങൾക്ക് എള്ള് ഉപയോഗിക്കാം. ലാസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് വരെയും എള്ള് ഉപയോഗിക്കാവുന്നതാണ്. പെട്ടെന്ന് പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത് സ്ട്രെസ് ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇതെല്ലാ ടിപ്പും ഫോളോ ചെയ്തിട്ട് സ്ട്രെസ്സിൽ കൂടിയാണ് നമ്മുടെ ലൈഫ് കടന്നു പോകുന്നുണ്ടെങ്കിൽ പഠിക്കൽ കൊണ്ടേ കൊല ഉടയ്ക്കാന്ന് പറയില്ലേ, അതുപോലെ ആയിപ്പോകും. നമ്മൾ എന്തൊക്കെ ചെയ്താലും പ്രഗ്നൻസി കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് കൂടുന്നതിനനുസരിച്ചിട്ട് കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ ബോഡിയിൽ നന്നായിട്ട് വർദ്ധിക്കുകയും ഇത് നമ്മുടെ എല്ലാ പ്രത്യുൽപാദന ഹോർമോൺസിന്റെ പ്രവർത്തനം കുറയ്ക്കുകയും ചെയ്യുന്നു. FSH, LH, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്നീ എല്ലാ ഹോർമോൺസിന്റെ പ്രവർത്തനത്തിന് ഇത് അഫക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രഗ്നൻസി വളരെ നീണ്ടുപോകും, കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ സ്ട്രെസ് ഇല്ലാതെയും ആൻസൈറ്റി ഇല്ലാതെ നിങ്ങൾ ഇരിക്കാനായിട്ട് നോക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് വരുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറുക. കഴിവതും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു മിക്കപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സ്ട്രെസ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കാനായിട്ട് കൂടുതലും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന വീട്ടിൽ വേറെ ആരും ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നേ പറ്റുള്ളൂ. അപ്പോൾ കഴിവതും നമ്മളെ എൻഗേജ്ഡ് ആക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നല്ല നല്ല സീരീസുകൾ, വെബ് സീരീസുകൾ, ട്രോൾ വീഡിയോസ്, ബുക്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെ എപ്പോഴും നിങ്ങളെ തന്നെ എൻഗേജ്ഡ് ആക്കാനായിട്ട് നോക്കുക. നമ്മുടെ മൈൻഡ്
കൂടുതൽ ഡൗൺ ആക്കുന്ന തരത്തിലുള്ള മൂവീസോ അല്ലെങ്കിൽ സീരിയൽസോ അങ്ങനെയൊന്നും നിങ്ങൾ കാണാനായിട്ട് പാടില്ല. മാക്സിമം മോട്ടിവേഷൻ തരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ടിപ്സ് ഇവർ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് കൺസീവ് ആയിട്ടുണ്ട്. നിങ്ങളൊരു 21 ദിവസം വരെയൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നോക്കി. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 21 ഡേയ്സ് എങ്കിലും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ആ ഒരു മാസം ബ്ലീഡിംഗ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവരുത്. കാരണം ഈ ഒരു മാസം ഞാൻ റിസൾട്ട് ടിപ്സൊക്കെ ഫോളോ ചെയ്യുകയാണ്. ഇതിപ്പോൾ നമുക്ക് ഒക്ടോബർ മാസമാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് നവംബറും കഴിഞ്ഞ് ഡിസംബറും കഴിഞ്ഞ് ജനുവരിയിലായിരിക്കും. കാരണം ആ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഒരു 3 മാസമൊക്കെ ഇത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇന്ന് എടുക്കുന്ന ഗുണങ്ങളെല്ലാം ഒരു 3 മാസത്തിന് ശേഷമായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയും നമുക്ക് സംഭവിക്കാം. അതുകൊണ്ട് ടെൻഷൻ ആവാതിരിക്കുക. കഴിവതും ടിപ്സൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുക. റിസൾട്ട് കിട്ടും. ഞാനും പ്രാർത്ഥിക്കാം നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.